നമസ്കാരം ഹരികുമാർ സർ. നമ്മൾ ഈ പ്രവാസികൾ ഒരുപാട് നാളുകളായിട്ട് അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ഈ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ നിരക്കില് ഭയങ്കര വർധനവുണ്ടാകുന്നു എന്നൊക്കെയുള്ളത്. അന്ന് മുതൽ കേരളത്തിന് സ്വന്തമായി ഫ്ലൈറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിമാന കമ്പനി എന്നൊക്കെയുള്ളത് ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു. അപ്പം അതിന് കൂടുതൽ ഒരു പൂർണ്ണത കൈവരാൻ പോകുന്നു അല്ലെങ്കിൽ അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതാണ് വരാൻ പോകുന്ന എയർ കേരളയും അൽഹിന്ദും ഒക്കെ. പ്രവാസികളുടെ ഒരുപാട് കാലത്തെ ഒരു വലിയ ദുരിതത്തിന് ഇതോടെ ഒരു പരിസമാപ്തിയാകുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഒപ്പം നമ്മുടെ കേരളം, പൊതുവെ കേരളത്തിലെ പ്രവാസികൾ എന്ന് മാത്രമല്ല, കേരളത്തിന്റെ ഒരു സാമ്പത്തിക നേട്ടത്തിനും കാര്യങ്ങൾക്കും ഒക്കെ എങ്ങനെ ഈ എയർ കേരളയും അൽഹിന്ദും ഒക്കെ ഒരു വലിയ വാഗ്ദാനമാകും? എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം? ഈ വർഷം 3 പുതിയ സ്വകാര്യ വിമാന കമ്പനികളാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യപ്പെടുന്നത്. അതിൽ 2 കേരളത്തിൽ നിന്നുള്ളതാണെന്നുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത, ഒരുപക്ഷെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു സംഭവവികാസം എന്ന് ഞാൻ പറയും. കേരളത്തിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്ന 2 കമ്പനികൾ, ഒന്ന് എയർ കേരള. ആ എയർ കേരള എന്നുള്ള ഡൊമൈൻ നെയിം വളരെ വർഷങ്ങളായിട്ട് കേരളത്തിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ്. അത് ആശയം 2005 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. പിന്നീട് വന്ന അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയൻ ചുമതല ഏൽക്കുമ്പോഴൊക്കെ കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനി എന്നുള്ള ഒരു ഇമേജ് ആയിരുന്നു അതിന്. പക്ഷെ ഇപ്പോൾ എയർ കേരള ലോഞ്ച് ചെയ്യുന്നത് സെറ്റി ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന UAE ആസ്ഥാനമായുള്ള ഒരു കമ്പനിയാണ്. പക്ഷെ മലയാളികളാണ് അതിന്റെ ചെയർമാനായിട്ടുള്ള അഫി അഹമ്മദ്, അദ്ദേഹം ആണ് അതിന്റെ ചെയർമാൻ. അതുപോലെ അയൂബ് കലട, അദ്ദേഹം വൈസ് ചെയർമാനാണ്. എന്തായാലും എയർ കേരള ഈ വർഷം ലോഞ്ച് ചെയ്യും. അതുപോലെ കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണ് അൽഹിന്ദ് ഗ്രൂപ്പിന്റെ, അവരുടെയാണ് അൽഹിന്ദ് എയർവേസ്. ഇത് രണ്ടും ഈ വർഷം ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. അതുപോലെ മൂന്നാമത്തെ എയർലൈൻ ഇന്ത്യയിൽ ഈ വർഷം ലോഞ്ച് ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ നിന്ന് ശംഖ് എയർവേസ് എന്ന് പറയുന്ന മറ്റൊരു സ്വകാര്യ മേഖലയുള്ള ഒരു വിമാന കമ്പനിയാണ്. അതും പിന്നെ ഈ വർഷം തുടക്കമിടും. അതിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ശ്രാവൺ കുമാർ വിശ്വകർമ്മ എന്നൊരു വ്യക്തിയാണ്, ഒരു വ്യവസായിയാണ്. അങ്ങനെ 3 എയർവേസ്, 3 സ്വകാര്യ എയർലൈനുകൾ ഇന്ത്യയിൽ ഈ വർഷം തുടക്കമിടുമ്പോൾ നമ്മുടെ ആദ്യം ഇവര് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ, പിന്നെ ഇപ്പൊ കേരളത്തിലെ തന്നെ, കേരളത്തിൽ നിന്ന് ഇപ്പൊ കൊച്ചി ഹബ്ബായിട്ടായിരിക്കും എയർ കേരള ലോഞ്ച് ചെയ്യുന്നത്. അവര് ഇന്ത്യയിലെ തന്നെ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക്, മറ്റ് നഗരങ്ങളിലേക്ക്, അതായത് ടയർ 1, ടയർ 2 നഗരങ്ങളാണ് കേരളത്തിലുള്ളത്. ഈ ടയർ 1, ടയർ 2 നഗരങ്ങളിൽ നിന്നും ഇന്ത്യയിലെ ക്ഷമിക്കണം, ടയർ 2, ടയർ 3 നഗരങ്ങളാണ് കേരളത്തിലുള്ളത്. അത് അവിടെ നിന്നും ഇന്ത്യയിലെ ടയർ 1 നഗരങ്ങളിലേക്ക്, അതായത് ഡൽഹി, ബോംബെ, ബാംഗ്ലൂരു, പിന്നെ അതുപോലെ ഹൈദരാബാദ്, ഇവിടേക്കൊക്കെ പുതിയ സർവീസുകൾ വരും. തീർച്ചയായിട്ടും ഇത് മലയാളികൾക്ക് വലിയ ആശ്വാസമാണെന്നുള്ളൊരു സംശയമില്ല. 2025 എനിക്ക് തോന്നുന്നത് ഇവര് ഡൊമസ്റ്റിക് സെക്ടറിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ ഇവര് അന്താരാഷ്ട്ര ഫ്ലൈറ്റുകൾ പിന്നെ തുടങ്ങുകയും, പ്രത്യേകിച്ച് GCCയിലേക്ക്, ഗൾഫ് കോർപ്പറേഷൻ കൺട്രീസിലേക്ക് ഫ്ലൈറ്റ് തുടങ്ങുകയും ചെയ്യുമ്പോൾ, നീതു ആദ്യം സൂചിപ്പിച്ചതുപോലെ ശരിക്കും ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള 2 പുതിയ വിമാന കമ്പനികൾ ഓപ്പറേഷനിലാവുന്നതോടുകൂടി തീർച്ചയായിട്ടും മലയാളികൾക്ക്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഈ പിന്നെ മത്സരം മുറുകുന്നതോടുകൂടി മലയാളികൾക്ക് വലിയ മെച്ചം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇതില് എയർ കേരള വെരി ലോ കോസ്റ്റ് കാരിയർ എന്ന ഒരു കാറ്റഗറിയിലാണ് അവർ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഈ എയർലൈനുകൾ 2 തരത്തിലുണ്ട്. ഒന്ന് ഫുൾ സർവീസ്, എല്ലാ തരത്തിലും, അതായത് നമുക്ക് ഭക്ഷണം, പാനീയം, ഇങ്ങനെയൊക്കെയുള്ളത് പിന്നെ വിമാനത്തിന് യാത്രയോടൊപ്പം സൗജന്യമായിട്ട് നൽകുന്ന ആ ഒരു ഓപ്ഷൻ ഉള്ളത്. പിന്നെ ലിമിറ്റഡ് സർവീസ് മാത്രമുള്ള, അതായത് നമുക്ക് അങ്ങനെയുള്ള കമ്പനികളിൽ നിന്ന് നമുക്കിപ്പം യാത്രക്കിടയിൽ ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിലും നമ്മൾ വെള്ളം അവർ കൊടുക്കുന്നുണ്ട്. അത് ഞാനൊരല്പം പിന്നെ എക്സാജറേറ്റ് ചെയ്തതാണ്. പക്ഷെ വെള്ളം ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് ഭക്ഷണം വേണം, അതല്ലെങ്കിൽ എന്തെങ്കിലും ബിവറേജസ് വേണം, ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള പിന്നെ സർവീസുകൾ ഇല്ലാത്ത വെരി ലോ കോസ്റ്റ് കാരിയർ ആണ്. അപ്പോൾ തന്നെ അത് വളരെ കുറഞ്ഞ തുകയായിരിക്കും ഈടാക്കുന്നത്. ഇതാണ് പിന്നെ ഈ എയർ കേരള
ചെയർമാനായിട്ടുള്ള അഫി അഹമ്മദ് ആ, വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പിന്നെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ സർട്ടിഫിക്കറ്റ് കൂടി മാത്രം കിട്ടിയാൽ മതി ഇവർക്ക്. ബാക്കി ക്ലിയറൻസുകളെല്ലാം ഇവർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇതിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് പുറകോട്ട് ഒന്ന് നോക്കുന്നത് നല്ലതായി. കാരണം എയർ കേരള എന്നൊരു സ്വപ്നം വളരെ വർഷങ്ങളായിട്ട് മലയാളികളുടെ മനസ്സിൽ നീതു പറഞ്ഞതുപോലെ മനസ്സിൽ ഇങ്ങനെ ഉയർന്നു വന്നിരുന്ന എന്നും ഒരു വലിയ സ്വപ്നമാണ്. കാരണം പ്രത്യേകിച്ച് ഇത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഗൾഫ് സെക്ടറിലെ പലപ്പോഴും സീസണുകളിൽ ഉണ്ടാവാറുള്ള വലിയ യാത്രക്കൂലി വർധനമാണ് ഒരു വിഷയം. ഇന്ന് ഈ കമ്പനികൾ വരുന്നതോടുകൂടി ആ ഒരു നമ്മുടെ ഒരു ബുദ്ധിമുട്ടിന് പരിഹാരം ഉണ്ടാകും. അതാണ് ഇവിടെ മുഖ്യമായിട്ടും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ കഴിഞ്ഞ കുംഭമേളയ്ക്ക് ഒരുപാട് ആൾക്കാർ കേരളത്തിൽ നിന്നും പോയി. പെട്ടെന്ന് ഏവിയേഷൻ കമ്പനികളൊക്കെ തന്നെ കുംഭമേളയോടനുബന്ധിച്ച് തിരക്ക് കണ്ടപ്പോഴത്തേക്ക് അവർ ചാർജ് അങ്ങ് കുത്തനെ വർദ്ധിപ്പിച്ചു. എനിക്ക് തോന്നുന്നു അതിനെ തുടർന്ന് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി വരെ ഇടപെട്ടു. കാരണം ചാർജ് കുറയ്ക്കണമെന്ന് വിമാന കമ്പനികളോട് ആവശ്യപ്പെട്ടു. പക്ഷെ അവിടെ ഒരു പരിമിതിയുണ്ട്. കാരണം അന്താരാഷ്ട്ര രംഗത്ത് ഇതൊരു നോമാണ്, ഇത് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് കേരളം തുടങ്ങാൻ പ്ലാൻ ചെയ്തപ്പോൾ കേരളത്തിനുണ്ടായ ഒരു ബുദ്ധിമുട്ട്, ഈ അന്താരാഷ്ട്ര ഫ്ലൈറ്റുകൾ ലക്ഷ്യമാക്കിയാണ് ആദ്യം തന്നെ ഇവര് തുടക്കം പ്ലാൻ ചെയ്തത്. പക്ഷെ അപ്പോഴുണ്ടായിരുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, അന്താരാഷ്ട്ര ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 20ഓളം വിമാനങ്ങൾ കമ്പനി ഓൺ ചെയ്യണം. അത് വലിയ ബുദ്ധിമുട്ടാണ്, അത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെയൊക്കെ കുറെ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ വെച്ചിട്ട് കേരള സർക്കാരിന് അത് പാലിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായി. പക്ഷെ ഇപ്പോഴങ്ങനല്ല. കേന്ദ്ര സർക്കാർ ഇപ്പോ ഈ ഏവിയേഷൻ ചട്ടങ്ങൾ ഒരുപാട് ലഘൂകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഉഡാൻ സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം വന്നു. അതായത് ഈ ചെറിയ നഗരങ്ങളിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന എയർലൈൻസുകൾക്ക്, സ്വകാര്യ ആവട്ടെ അല്ലാത്ത മേഖലയിലുള്ളതാവട്ടെ, അവർക്കൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. അങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് ചെറു നഗരങ്ങളിലുള്ള ഗ്രാമീണർക്കും അങ്ങനെയുള്ളവർക്കും ഏവിയേഷൻ, അതായത് ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുക എന്നുള്ളത് സുസാധ്യമായി. പിന്നെ മാത്രമല്ല, അവിടെയൊക്കെ ഈ ഫെയറിന് ചില നിയന്ത്രണങ്ങളും ഉണ്ട് അത്തരം എയർപോർട്ടുകളിൽ നിന്ന്. ഇപ്പം എനിക്ക് തോന്നുന്നത് അൽഹിന്ദ് ഇപ്പൊ കോഴിക്കോട് നിന്ന് വരുമ്പോൾ അതിന് കണ്ണൂരും മൈസൂരും എയർപോർട്ടുകളുമായിട്ട് അവർ ചില ധാരണകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എയർ കേരളയുടെ ഹബ്ബ് കൊച്ചി ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ വാർത്തകളിൽ കണ്ടത്. അതുപോലെ തന്നെ ഈ രണ്ട് വിമാന കമ്പനികളും ഉപയോഗിക്കാൻ പോകുന്നത് നാരോ ബോഡീഡ്, ഈ ജെറ്റ് വിമാനങ്ങൾ വൈഡ് ബോഡീഡ് ഒന്നും നാരോ ബോഡീഡ് ഒന്നും വിഭജനമുണ്ട്. അപ്പോൾ ഈ നാരോ ബോഡീഡ് ആയിട്ടുള്ള ATR 72 എന്ന് പറയുന്ന, അത് ഫ്രാൻസിലും ഇറ്റലിയിലും ആയിട്ട് നിർമ്മിക്കുന്ന ഒരു വിമാനം നിർമ്മിക്കുന്ന ഫ്രഞ്ച് കമ്പനിയാണ്. അപ്പോൾ അവര് വാങ്ങിക്കുന്ന, ഈ രണ്ട് കമ്പനികളും വാങ്ങിക്കുന്നത് ATR 72-600 എന്ന് പറയുന്ന കമ്പനിയാണ്. അതിലെ സീറ്റിംഗ് കപ്പാസിറ്റി 72 ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ സർവീസ് തുടങ്ങുമ്പോൾ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളുമായിട്ടുള്ള കണക്ടിവിറ്റി വർദ്ധിക്കും. അതുപോലെ തന്നെ നമ്മുടെ എയർഫെയറിന്റെ കാര്യത്തിൽ നമുക്ക് വളരെ ഒരു വ്യത്യാസം ഉണ്ടാകും. പിന്നീട് മറ്റൊരു കാര്യം നമ്മളിത് പറയുമ്പോൾ ഓർക്കേണ്ടത്, യഥാർത്ഥത്തിൽ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ എയർ കമ്പനി ഉണ്ടാവുന്നത് അതെന്ന് പറഞ്ഞാൽ, ഞാൻ ടാറ്റ ആയിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യൻ എയർലൈൻസ് തുടങ്ങുമ്പോൾ, അത് ടാറ്റയുടെ ആയിരുന്നു. ഞാൻ അതിനെ മാറ്റി നിർത്തുകയാണ്. പക്ഷെ എങ്കിലും ഈ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല സ്വദേശിയായ തഖ്യുദ്ദീൻ വാഹീദിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്, അത് ഒരു മലയാളി തുടങ്ങിയതായിരുന്നു. അത് എനിക്ക് തോന്നുന്നു അതിന്റെ ഹബ്ബ് ബോംബെ ബോംബെ ആണെന്നാണ്, അന്നത്തെ സാന്താക്രൂസ് എയർപോർട്ട് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ ദൗർഭാഗ്യവശാൽ തഖ്യുദ്ദീൻ വാഹീദിന് പിന്നീട് അധോലോകവുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് ആരോപണങ്ങൾ വന്നു. അദ്ദേഹം ഒരു ആക്രമണത്തിൽ ബോംബെയിൽ വെച്ച് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ കൊലപാതകത്തോടു കൂടി ഈ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ഏതാണ്ട് നാമാവശേഷമാണ്. അപ്പോ അതിന് അന്ന് ഉന്നയിച്ചിരുന്ന ചില ആരോപണങ്ങൾ എന്ന് പറയുന്നത്, ഈ തഖ്യുദ്ദീൻ വാഹീദിന് ചില അധോലോക നായകന്മാരുമായിട്ട് ബന്ധമുണ്ട്, എങ്ങനെയൊക്കെയുള്ള ചില ആരോപണങ്ങളാണ് ഉണ്ടായത്. പക്ഷെ അതിനുശേഷം ഇന്ന് നമുക്കറിയാം, ഇന്ന് സ്വകാര്യ ഏവിയേഷൻ കമ്പനികൾ ഇന്ത്യയിൽ ഇന്ന് വളരെ സാധാരണമായി. ഈ എയർ ഇന്ത്യ തന്നെ വീണ്ടും തിരിച്ച് സ്വകാര്യ മേഖലയുടെ കയ്യിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഏവിയേഷൻ രംഗത്ത് സംഭവിച്ചു.
അത് കാരണം നമുക്ക് ഇപ്പോ പുതിയതായിട്ട് 2 കമ്പനികൾ രംഗത്ത് വരുമ്പോൾ അത്ര വലിയൊരു ചർച്ചയൊന്നും ഇപ്പൊ അത് ഉണ്ടാകുന്നില്ല. അല്ലായിരുന്നെങ്കിൽ 2 സ്വകാര്യ വിമാന കമ്പനികൾ വരുമ്പോഴേക്കും ഇത് വലിയൊരു ബഹളവും ചർച്ചയും ഒക്കെ കേരളത്തിൽ ഉണ്ടായേനെ. പക്ഷെ ഇപ്പൊ അത് സ്വകാര്യ എയർ ഇന്ത്യ തന്നെ അതിന്റെ തുടക്കത്തിൽ ആരായിരുന്നു അത് ഓൺ ചെയ്തിരുന്നത്? ടാറ്റ ഗ്രൂപ്പ് ആയിരുന്നു. അപ്പം ആ ടാറ്റ ഗ്രൂപ്പിന്റെ കയ്യിലേക്ക് അത് തിരിച്ചുപോയി. JRD ടാറ്റ ആണ് എയർ ഇന്ത്യ സ്ഥാപകനായിട്ടിരുന്നത്. പക്ഷെ ഇപ്പോഴ് ഈ നമ്മുടെ നാട്ടില് ഇവിടെയുള്ള ഏവിയേഷൻ കമ്പനികൾക്കെതിരെ ഒരുപാട് പരാതികളും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവരിൽ പലരും വാദിക്കപ്പെടുന്ന പല സൗകര്യങ്ങളും യാത്രക്കാർക്ക് ലഭ്യമാക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് ഈ കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എയർ ഇന്ത്യക്കെതിരെ വലിയ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചു. കാരണം അദ്ദേഹം സീറ്റിൽ കയറി ഇരുന്നപ്പം ആ സീറ്റിന്റെ കുഷ്യൻ താഴോട്ട് പോയെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അത് പിന്നെ കൃത്യമായ രീതിയിൽ ഉറപ്പിച്ചിട്ടില്ലായിരുന്നു സീറ്റ്. ആ സീറ്റ് വിൽക്കാൻ പാടില്ല എന്ന് ഒരു മുന്നറിയിപ്പ് ഉണ്ടായിട്ടും ആ സീറ്റ് അവർ വിറ്റു എന്നാണ് അദ്ദേഹം ഉന്നയിച്ച ആരോപണം. എയർലൈൻ പിന്നെ ചില ന്യായങ്ങളൊക്കെ പറഞ്ഞു, അവര് മാപ്പ് ചോദിച്ചു. അത് എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ അത്. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ മേഖലയിലെ ചില ഇപ്പം ഇന്ത്യയിൽ ഒരുപാട് കമ്പനികൾ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു മുഖ്യമായിട്ടും മാർക്കറ്റ് കൈവശം വെച്ചിരിക്കുന്ന ഇൻഡിഗോയും അതുപോലെ എയർ ഇന്ത്യയാണ്. പക്ഷെ ഈ കമ്പറ്റീഷൻ കൂടുന്നതോടുകൂടി ഇതില് ഒരു മാറ്റം സംഭവിക്കുകയും സ്വാഭാവികമായിട്ടും യാത്രക്കാർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുകയും ചെയ്യുന്നുള്ളതിൽ നമുക്ക് ഒട്ടുമേ സംശയിക്കേണ്ട. പിന്നെ മാത്രമല്ല, ഞാനിപ്പോ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് വർഷങ്ങളായിട്ടുള്ള കേരളത്തിന്റെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുകയാണ്. സർക്കാരിന്റെ മേഖലയിലോ സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലല്ല ഇപ്പോൾ വിമാന കമ്പനി വരാൻ പോകുന്നത്. ഇത് സ്വകാര്യ മേഖലയിലാണ്. അത് പിന്നെ ഈ ഡൊമൈൻ നെയിം അവര് വാങ്ങിച്ചെടുത്തിരിക്കുകയാണ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെ അൽഹിന്ദ് ആണെങ്കിലും അതും മലയാളികളുടെ തന്നെയാണ്, കോഴിക്കോടാണ്. ഇവർ രണ്ടുപേരും പറയുന്നത് 2025 കഴിഞ്ഞ് 1 വർഷമോ 1.5 വർഷത്തിനുള്ളിൽ അവർ ഗൾഫ് ഓപ്പറേഷൻസ് അവർ ആരംഭിക്കുമെന്നാണ്. എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിൽ ഗൾഫിലേക്കുള്ള, അതായത് പ്രവാസി മലയാളികളുടെ ഒരു വലിയ ദുരിതം, അതിന് ഒരു അറുതി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ പല തരത്തിലും പല പരീക്ഷണങ്ങളും ഇവിടെ ഇതിനിടയ്ക്ക് സർക്കാർ ആലോചിച്ചിരുന്നു. ഇടയ്ക്ക് ഒരു കപ്പൽ കമ്പനി ഗൾഫിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരു കപ്പൽ യാത്ര, അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. പക്ഷേ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലല്ല. ഓപ്പറേഷണൽ ചാലഞ്ചസ് പലപ്പോഴും ഒരു വിമാന കമ്പനി അല്ലെങ്കിൽ പിന്നെ മറ്റൊരു ഷിപ്പിംഗ് കമ്പനി ആവട്ടെ, യാത്രാ കപ്പൽ സർവീസ് തുടങ്ങുമ്പോഴും ഒക്കെ ഈ ഓപ്പറേഷണൽ ചാലഞ്ചസ് എന്ന് പറയുന്ന പലപ്പോഴും നമ്മൾ മുൻകൂട്ടി കാണാത്ത പ്രതിസന്ധികൾ പലപ്പോഴും ഉണ്ടാകാം. അത് ഒരു വലിയ വിഷയമാണ്. ഇപ്പൊ ഇവര് പറയുന്നത് അവർ കൃത്യനിഷ്ഠയ്ക്കായിരിക്കും ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നതെന്നാണ്. അതുപോലെ യാത്രക്കാരോടുള്ള സൗമ്യമായ പെരുമാറ്റത്തിന് ഈ 2 ഘടകങ്ങളാണ് അവർ ഉറപ്പ് നൽകുന്നത്. ഇപ്പം ഈ ഒരു സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഈ ഗൾഫിൽ നിന്നും പലപ്പോഴും ഈ കമ്പനികൾ, വിമാന കമ്പനികൾ ഓപ്പറേറ്റ് ചെയ്തിരുന്ന, സ്വകാര്യ കമ്പനികൾ ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ജെറ്റ് എയർ ആയിരുന്നു ഏറ്റവും കൃത്യമായി സർവീസ് നടത്തിയിരുന്നത്. പലപ്പോഴും അവരൊരു 3 മിനിറ്റ് തൊട്ട് 5 മിനിറ്റ് തന്നെ ഏർലി ആയിരിക്കും ഒരു പിന്നെ എയർപോർട്ടിൽ എത്തുമ്പോഴേ. ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതിന്റെ മെച്ചം അവർക്കുണ്ടായിരുന്നു ഈ ജെറ്റ് എയറിന്. ദൗർഭാഗ്യവശാൽ വീണ്ടും ജെറ്റ് എയറും ഏതാണ്ട് തക്യുദ്ദീൻ വാഹിദിന് സംഭവിച്ച പോലെ അധോലോക ബന്ധങ്ങളും ഒക്കെ ജെറ്റ് എയറിന് നേരെ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ജെറ്റ് എയറും ഇന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ പറഞ്ഞാൽ കട്ടപ്പുറത്തായി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായി. പക്ഷെ ഏതായാലും ഈ പുതിയ വിമാന കമ്പനികൾ വരുന്നതോടുകൂടി ഗൾഫ് മലയാളിക്ക് വീണ്ടും കൃത്യനിഷ്ഠമായ ഒരു സർവീസും അതുപോലെ ചെലവ് കുറഞ്ഞ പിന്നെ ഫ്ലൈറ്റും, ഇങ്ങനെ പിന്നെ മര്യാദയ്ക്ക് നമ്മളോട് പെരുമാറുന്ന ഏവിയേഷൻ സ്റ്റാഫും, മലയാളം അറിയാവുന്ന, കാരണം ഒരുപാട് ഗൾഫിൽ ജോലി ചെയ്യുന്നവർ പലരും ബ്ലൂ കോളർ വർക്കേഴ്സാണ്. അവർക്ക് പലപ്പോഴും ഇംഗ്ലീഷ് ഒന്നും അറിയണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾക്ക് ഒരു കേരളം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്പനി, 2 കമ്പനികൾ ഓപ്പറേഷനിലാവുമ്പോൾ മെച്ചമുണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും പ്രതീക്ഷയോടെ ഇരിക്കാം. ഇതാണ് എനിക്ക് തോന്നുന്നത്.